ആശിഷമേകും വിശുദ്ധ ദിനം, സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ ആരാധിക്കുന്ന, സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ ആരാധിക്കുന്ന കർത്തൃദിനമാശവ, ആശിഷമേകും വിശുദ്ധ ദിനം, കർത്തൃദിനമാശവ, ആശിഷമേകും വിശുദ്ധ ദിനം. ദൈവത്തെ
സർവസ്വവും നിൻ മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ആമേൻ. സ്തുതിപ്പിൻ ആത്മാ ദൈവത്തെ, സ്തുതിപ്പിൻ സൃഷ്ടി സർവ്വമേ, സ്തുതിപ്പിൻ സ്വർഗ സംഗമേ. താതൻ സുതൻ ശുദ്ധാത്മനേ. ആമേൻ. പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തിനുടയവനും അടിയങ്ങളുടെ സൃഷ്ടിതാവും വീണ്ടെടുപ്പുകാരനുമായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടത് മനോഹരമായ നല്ലൊരു വിശുദ്ധ ശബദിൻ്റെ മധ്യാഹ്ന വേളയിലാണ് അടിയങ്ങൾക്ക് ഒരുമിച്ച് പ്രകാരം ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ കർത്താവിൻ്റെ പാദപ്പെടുത്തങ്ങൾ കടന്നുവരുവാൻ, എൻ്റെ കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗം ഒരുക്കി തന്ന വലിയ അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എൻ്റെ കർത്താവിൻ്റെ പാതാരബന്ധങ്ങളിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗീയ ആത്മീക അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ നാഥാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ നാഥാം. ഈ ഒരു ശുശ്രൂഷ അടിയുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തരുവാൻ, വിടുതലിൻ്റെ ഒരു പകൽക്കാലമായി തരുവാൻ, സമാധാനത്തിൻ്റെ ഒരു പകൽക്കാലമായി തരുവാൻ, സന്തോഷത്തിൻ്റെ ഒരു പകൽക്കാലമായി തരുവാൻ, ശബത്തിലൂടെ ലഭിക്കുന്ന സന്തോഷങ്ങൾ, ആനന്ദങ്ങൾ അടിയങ്ങൾക്ക് അനുഭവിപ്പാൻ സ്വർഗം ഇടയാക്കണമേ നാഥാം. തലകളെ വണക്കിയിരിക്കുന്ന അവിടുത്തെ ജനത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അടിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകൊണ്ട് സ്തോത്രം. മാനുമഹത്വം എൻ്റെ കർത്താവ് എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസം നമുക്ക് ഓരോരുത്തർക്കും ഓൺലൈനിലൂടെ വിശുദ്ധ ആരാധന പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ VK ജോൺ. ഇന്ന് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. ഇന്ന് അതുപോലെ ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ജോമോൻ ജോസഫാണ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇന്നത്തെ ആരാധനയുടെ പ്രാരംഭമായിട്ട് പാട്ടുപുസ്തകത്തിലെ 902 നമ്പറായിരിക്കുന്ന സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും എന്നുള്ള ഗാനം നമുക്ക് ചേർന്ന് പാടാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠമായി വാണിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ
മനമേ ഭയമൊന്നും വേണ്ടിനി. മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം സങ്കീർത്തനം 138. സങ്കീർത്തനം 138. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിനക്ക് കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിനു മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിലെ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവേ, ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഗർവിയോ അവൻ ദൂരത്തു നിന്നും അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവേ, എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈയുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുകയും അരുത്. ഈ തിരുവചന ഭാഗത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നുകൊണ്ട് അങ്ങ് ചെയ്ത സകല പ്രവർത്തികൾക്കും സ്തോത്രം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മറ്റനേകർക്ക് ലഭിക്കാത്ത ഈ മഹാഭാഗ്യം എൻ്റെ സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തന്ന് അടിയങ്ങളെ വിളിച്ച് വേർതിരിച്ച് നിന്റെ അത്ഭുത പ്രകാശത്തിലാക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പാസ്റ്റർ ജോമോനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൻ്റെ മറവിൽ നിന്ന് വചനം സംസാരിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന സകലയും എൻ്റെ സ്വർഗത്തിലെ ദൈവം തിരുവചനത്താൽ കർത്താവെ അവരെ ശോധന ചെയ്ത് ആ വചനപ്രകാരം ജീവിക്കുവാനുള്ള എല്ലാ കൃപകളും കൊടുത്ത് എൻ്റെ സ്വർഗത്തിലെ ദൈവം ആത്മീയവും ഭൗതികവുമായി തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു വിശുദ്ധ ശബ്ദകൂടെ കർത്താവെ അടിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മഹാഭാഗ്യം എൻ്റെ സ്വർഗത്തിലെ ദൈവം അടിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തന്ന് കർത്താവ് ഇത്രത്തോളം അടിയങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാസ്റ്റർമാരെ അനുഗ്രഹിക്കുന്ന വിധങ്ങളെ ഓർത്തടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൃപയും സാന്നിധ്യവും അടിയങ്ങളോട് കൂടെ ഇരുന്ന കർത്താവ് ഇത്രത്തോളം അടിയങ്ങളെ വഴി നടത്തി ഈ മഹാവ്യാധികളുടെ മധ്യത്തിലും അടിയങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം പരിപാലിച്ചു. കർത്താവിനെ എതിരേൽപ്പാൻ അടിയങ്ങൾക്ക് ഒരുക്കമുള്ളവരായി കർത്താവെ തീഷ്ണതയോട് കർത്താവ്
കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിപ്പാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്തെങ്കിലും കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെയും അടിയങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, അടിയങ്ങൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവസാനത്തോളം ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഈ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാനുള്ള എല്ലാ കൃപകളും തന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്ന അടിയങ്ങളെ ഓരോരുത്തരെയും നിറച്ച് വഴി നടത്തണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ കൃപയിലും സാന്നിധ്യത്തിലും തുടർന്ന് ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള എല്ലാ കൃപകളും തന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഒരു പ്രത്യേക ഗാനം പാടുവാനായിട്ട് മിസ്റ്റർ സ്റ്റാൻലി ലാസറസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുവന്റെ പ്രാണനാഥൻ, യേശുവന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവന്റെ സ്നേഹരൂപം, യേശുവന്റെ പ്രാണനാഥൻ, യേശുവന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവന്റെ സ്നേഹരൂപം. തീർത്ഥയാത്ര യേശുവന്റെ മാർഗദീപം, വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവന്റെ മാർഗദീപം, നീ എൻ്റെ മാനസം പോകുകില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ, നീ എൻ്റെ മാനസം പോകുകില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ. യേശു എൻ്റെ പ്രാണനാഥൻ, യേശുവന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവന്റെ സ്നേഹരൂപം. യേശുവിൻ്റെ ദിവ്യനാഥം, ഹൃത്തടത്തിൽ ജീവജലം, യേശുവിൻ്റെ ദിവ്യനാഥം, ഹൃത്തടത്തിൽ ജീവജലം, ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിലിന്നു നീ നിറയ്ക്കണമേ, ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിലിന്നു നീ നിറയ്ക്കണമേ. യേശുവന്റെ പ്രാണനാഥൻ, യേശുവന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം.
ഗാനം പാടിയ മിസ്റ്റർ സ്റ്റാൻലി ലാസറിനുള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനി നമുക്ക് തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ജോമോൻ ജോസഫാണ്. അദ്ദേഹം കൊട്ടാരക്കര പ്രദേശത്ത് അമ്പലക്കര പനവേലി ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് സേവനം ചെയ്യുന്നു. ഇവിടെ ഇന്ന് തിരുവചനം സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവിനാൽ അയക്കപ്പെട്ട കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരമായ നല്ലൊരു വിശുദ്ധ ശബത്തിൻ്റെ ഈ പ്രഭാത സമയത്ത് ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ കൂടി കടന്നു വരുവാൻ സ്വർഗം ഒരുക്കി തന്ന വിലപ്പെട്ട ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്രകാരം ഒരവസരം ഒരുക്കി തന്ന ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ നേതൃത്വത്തോടുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മുന്നണിയിലും നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ദേശത്തിൻ്റെ അടുത്തും അകലെയും നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. എഫേസ്യർ 5:14 അവിടെ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന ദൈവമേ, തിരുനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ടത് മനോഹരമായ നല്ലൊരു പകൽക്കാലത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് ദൈവവചനത്തിന് മുൻപാകെ ഇപ്രകാരം വന്ന് നിൽപ്പാൻ സ്വർഗം ഒരുക്കി തന്നതിനാൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവമേ, അവിടുത്തെ മഹാദയ നിമിത്തമല്ലോ ഞങ്ങൾ ഇന്ന് പാദപ്പെടുത്തങ്ങൾ നിൽക്കുന്നത്. നാഥാം, അനേക പ്രിയപ്പെട്ടവർ മൺമറങ്ങിപ്പോയ ഈ ലോകത്തിൽ അനേക പ്രിയപ്പെട്ടവർ കണ്ണുനീരിൻ്റെ വേദനയുടെ താഴ്വരകളുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വർഗീയവാനാം ദൈവമേ, അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ വിശുദ്ധ ശബത്തിൽ ദൈവവചനത്തിന് മുൻപാകെ അടിയങ്ങളെ തന്നെ താഴ്ത്തുവാൻ സ്വർഗം ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി അടിയങ്ങളെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. അടിയങ്ങൾ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിനായി സ്തോത്രം. ഈ വചനമാകുന്ന അപ്പത്തെ എൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് നൽകുന്നു. വാഴ്ത്തി അനുഗ്രഹിച്ച് അവിടുന്ന് വിളമ്പി തരണമേ. അടിയങ്ങൾ ഭക്ഷിച്ച് ബലം പ്രാപിച്ചുകൊണ്ട് നിത്യതയെ ലക്ഷ്യം വെച്ച നിത്യതയെ ലാക്കാക്കിക്കൊണ്ട് മുന്നേറുവാനുള്ള ദൈവശക്തി ഇന്നത്തെ പകൽക്കാലത്തെ തിരുവചനത്തിൽ കൂടി അടിയങ്ങൾക്ക് നൽകുകയാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് സംസാരിക്കുന്ന ഒരു പകൽക്കാലമാക്കി തീർക്കണമേ. ദൈവശബ്ദം കേൾക്കുന്ന ഒരു പകൽക്കാലമാക്കി തീർക്കണമേ. പെരുവെള്ളങ്ങൾക്ക് മീതെ മുഴക്കുന്ന കർത്താവിൻ്റെ ശബ്ദം, കാദേശ് മരുവിനെ നടുക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ആമേൻ, വനാന്തരങ്ങളെ തോലുരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, അഗ്നിജ്വാലകളെ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, വചനമാകുന്ന തീ ഇന്ന് അടികളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആമേൻ, അവിടുന്ന് തന്നെ അടികളോട് ഇടപെട്ട അടികളുടെ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്തുകൊണ്ട് ഒരു സമഭൂമിയുടെ അനുഭവത്തെ തന്ന, സമാധാനത്തിൻ്റെ അനുഭവത്തെ തന്ന, സന്തോഷത്തിൻ്റെ അനുഭവത്തെ തന്ന, നിത്യതയോട് അടുക്കുന്ന ആമേൻ പ്രശ്നങ്ങളെ മാറ്റി നിത്യതയോട് ചേർത്ത് നിർത്തുവാൻ തക്ക വിധത്തിൽ, നിത്യതയോട് ആമേൻ അടുത്ത് നിൽക്കുവാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് വചനത്തിലൂടെ ഇടപെടണമേ കർത്താവേ. നിത്യതയിൽ നിന്ന് അകറ്റുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ തിരുവചനത്തിൽ കൂടി അടിയങ്ങൾക്ക് പരിഹാരം നൽകുകയാൽ നന്ദിയോടെ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് അടിയങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. വചനം കേൾക്കുന്ന അവിടുത്തെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം ശുശ്രൂഷിക്കുന്ന എളിവനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്നലകളെ പ്രസംഗിച്ച് പരിചയത്തിലല്ല, പുതിയ ശക്തിയിൽ പുതിയ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ, ദൈവിക മർമ്മത്തെ, ആമേൻ, അതിൻ്റെ അന്തസത്തത ഒട്ടും ചോർന്നു പോകാതെ വണ്ണം ദൈവത്തിൻ്റെ വചനം ആമേൻ വിളമ്പുവാൻ തക്ക വിധത്തിൽ അടിയനെ ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ. നാഥാ, ഒരിക്കൽ കൂടി അടിയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി. മാനുമഹത്വം എൻ്റെ കർത്താവ് എടുക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:14 ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗൃഹത്തിന്റെ കൽത്തുറങ്കിൽ കിടന്നുകൊണ്ട് ഏകദേശം AD 70 എഴുതപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം.
ആരാണ് ഈ പൗലോസ്? പൗലോസിന്റെ ജീവിത സാഹചര്യ പശ്ചാത്തലത്തെക്കുറിച്ച് വിശുദ്ധ തിരുവചനം പറയുന്നു. ഒറ്റത്തോട്ടത്തിൽ പൗലോസ് ആരാണ് എന്നും നമുക്കൊന്ന് പരിശോധിക്കാം. പൗലോസിനെ കുറിച്ച് വിശുദ്ധ തിരുവചനത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് സ്തേഫാനോസിന്റെ കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെടുന്ന ആ ഒരു അനുഭവത്തിൽ സ്തേഫാനോസിന്റെ വസ്ത്ര കാത്ത് നിൽക്കുന്ന ഒരുവനെയായിട്ടാണ് ശൗൽ എന്ന പുരുഷനെ പരിചയപ്പെടുത്തുന്നത്. ഈ തിരുവചന ഭാഗത്തിൽ നിന്ന് നമുക്ക് പൗലോസിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു വിവരണം പരിശോധിച്ച് പോകാം. മെഡിറ്ററേനിയൻ കടലിന്റെ വടക്കുകിഴക്ക് സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധി ആർജിച്ച തുറമുഖ പട്ടണമായ കിലിക്കിയിലെ തെർസോസിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ് ഈ ശൗൽ. ജനനം കൊണ്ട് യഹൂദനും പ്രവൃത്തി കൊണ്ട് പരീശനും ജീവിതം കൊണ്ട് എബ്രായനും ആയവൻ. തീഷ്ണത നിമിത്തം ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചവൻ. വിദ്യാഭ്യാസ കാര്യത്തിൽ കിട്ടാവുന്ന സർവകലാശാലകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗമാലിയുടെ പാദപ്പെടുത്തുകൾ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണത്തെ വള്ളി പുള്ളി തെറ്റാതെ അരച്ചു കലക്കി പഠിച്ചു കുടിച്ച് മനപ്പാഠം ആക്കിയവൻ. ഈ ശൗൽ ആകട്ടെ ഈ വക മാർഗക്കാരെ പിടിച്ചുകെട്ടുവാനും തടവിലാക്കുവാനും കൊന്നുമുടിക്കുവാനുമായി മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും ഏന്തിക്കൊണ്ട് ഒരിക്കൽ ദമസ്കോസിന്റെ പട്ടണത്തിലേക്ക് കുതിച്ചു പാഞ്ഞു കുതിരപ്പുറത്ത്. എന്നാൽ പട്ടണത്തിന് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെയും വെല്ലുന്ന വെളിച്ചം, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് പ്രഖ്യാപിച്ചവൻ, അന്ധകാര ശക്തികളുടെ മേൽ ജയം നേടിയവൻ, മരണത്തെ മരണം കൊണ്ട് തന്നെ ജയിച്ചവനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ വെളിച്ചം ശൗലിന്റെ മേൽ നിഴലെടുക്കുകയും അങ്ങനെ 3 രാപ്പകൽ അന്ധനായി തീരുകയും ചെയ്തു. എന്നാൽ 3-ാമത്തെ പകൽക്കാലം അനനിയാസിന്റെ കൈക്കീഴെ ദൈവ നിയോഗപ്രകാരം പ്രാർത്ഥിച്ച് തന്റെ അന്ധത നീക്കപ്പെടുകയും അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ജീവനെയും ജീവിതത്തെയും സമർപ്പിച്ചവൻ അവനാണ് പൗലോസ്. തുടർന്ന് പൗലോസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായി, ജാതികളുടെ അപ്പോസ്തലനായി, ക്രിസ്തു ഭക്തനായി, ക്രൂശിന്റെ ധീര പോരാളിയായി മുന്നേറുന്ന ഒരു പൗലോസിനെ തിരുവചനത്തിൽ പരിചയപ്പെടുത്തുന്നു. ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ച, ക്രിസ്തുവിനായി ജീവിച്ച, ക്രിസ്തുവിൽ മരിച്ച ഭക്തൻ. ആ ഭക്തൻ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലൂടെ ദൈവത്തിന്റെ സഭയോട്, വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോടുമായിട്ട് പൗലോസ് പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്നാം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. സ്തോത്രം. ഏകദേശം എഫേസ്യർക്കെഴുതിയ ലേഖനം 6 അധ്യായങ്ങളാണ്. ഈ 6 അധ്യായങ്ങളിലൂടെ നാം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുന്നു എങ്കിൽ 6 അധ്യായങ്ങളിലൂടെ 6 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നു. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ജനത്തോട് പറയുകയാണ്, നാം ക്രിസ്തു യേശു മുഖാന്തരം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കൃപയാൽ അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, എഫേസ്യർ 2:4, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്, വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ, എടുത്തു പറയട്ടെ, വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ നീ ഒരു ഉത്തമ പടയാളിയായി ഇന്നും ഭൂതലത്തിൽ ശേഷിക്കുന്നു എങ്കിൽ അതിന്റെ കാരണം നീ ശേഖരിച്ചു വെച്ച പണമോ നീ നേടിയെടുത്ത പദവിയോ അല്ല, മറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയൊന്നു മാത്രമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് 2-ാം അധ്യായത്തിൽ വിളിച്ചു പറയുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനാദികാലം മുതൽ മറഞ്ഞുകിടക്കുന്ന ദൈവിക മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടിയ ജനമാണ് നാം എന്ന് 3-ാം അധ്യായത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പറയുന്നു, എല്ലാവർക്കും മീതെ ഒരുവനുണ്ട്, അവിടുന്ന് എല്ലാവരിലും വസിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്നാണ് സകലരെ നിയമിച്ചിരിക്കുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയുന്നു, അവിടുന്ന് ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു. ആകയാൽ നാം ഒരു അധികാരത്തിന് കീഴിൽ ഉള്ളവരാകൊണ്ട് നാം ദൈവത്താൽ നിയമിക്കപ്പെട്ടവർ എന്നുള്ള ഉത്തമ ബോധ്യം, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന് 4-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്
നമ്മോട് പറയുന്ന ഒരു ഭാഗമാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു 6:10, കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. കാരണം താഴോട്ട് പറയുന്നു, ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് കർത്താവിലും അവിടുത്തെ അമിത ബലത്തിന് ശക്തിപ്പെടുവൻ. എന്തുകൊണ്ട് നാം കർത്താവിലും അവിടുത്തെ അമിത ബലത്തിന് ശക്തിപ്പെടണം? തിരുവചനത്തിൽ പറയുന്നു, ദുർദിവസങ്ങൾ കടന്നു വരും. ഇഷ്ടമില്ല എന്ന് പറയുന്ന നാളുകൾ നമ്മുടെ ജീവിതത്തെ സമീപിക്കും. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തെ വട്ടം കറക്കും. അന്ന് കടപുഴകി പോകാതിരിക്കേണ്ടതിനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കേണ്ടതിനായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അതായത് ചുരുക്കി പറഞ്ഞാൽ 6 അധ്യായങ്ങളിലൂടെ 6 കാര്യങ്ങളാണ് പറയുന്നത്. 1, കർത്താവിൽ നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 2, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം കൃപയാൽ അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 3-ാമത് പറയുന്നു, സ്വർഗീയ വെളിപ്പാട് ലഭിച്ചവരാണ് നാം, വെളിപ്പാട് കിട്ടിയവരാണ് നാം. ദൈവിക മർമ്മങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെപ്പാനുള്ള പ്രവചനാത്മ വരം ലഭിച്ച സഭയാണ് നാം എന്ന് 3-ാം അധ്യായത്തിലൂടെ പൗലോസ് പറയുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നീ ദൈവസഭയുടെ ഏത് ഭാഗത്ത് നിൽക്കുന്നവനാണെങ്കിലും അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ്. ഒരുപക്ഷെ നീ അപ്പോസ്തലനാകാം, ഉപദേഷ്ടാവാകാം, പാസ്റ്ററാകാം, പ്രവാചകനാകാം, ഉപദേശിയാകാം, മൂപ്പനാകാം, ആരുമാകാം. പക്ഷെ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അധികാരത്തിന് കീഴിലുള്ളവനാകൊണ്ട് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ടെന്നുള്ള ഓർമ്മയോടെ നല്ലൊരു കാര്യവിചാരകനായി നിൽക്കണമെന്ന് പൗലോസ് 4-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉറങ്ങുന്നവനെ ഉണർന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിലും പ്രതികൂലത നിറഞ്ഞ ഈ കാലഘട്ടത്തിലും കണ്ണുനീരിന്റെയും വേദനകളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും നിനക്ക് ബലപ്പെടുവാൻ, നിനക്ക് ശക്തിപ്പെടുവാൻ ഒരുവനേ ഉള്ളൂ, ഒരുവന്റെ സ്ഥലമേ ഉള്ളൂ. അതിന്റെ കർത്താവായി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാകുന്ന പാദപീഠമാണ്. ആയതുകൊണ്ട് കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നവരായിരിപ്പിനെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് തിരുവചന ഭാഗത്തേക്ക്, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം തന്നെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എഴുന്നേൽക്കുക എന്നുള്ള തലക്കെട്ടിൽ നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ ഈ തിരുവചന ഭാഗത്തു നിന്ന് നിങ്ങളോട് വിവരിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. നാം ജീവിക്കുന്നത് ലോകമാകുന്ന പടകിലാണ്. ആ പടകിന്റെ സഞ്ചാരമോ പാപമാകുന്ന സമുദ്രത്തിലൂടെയാണ്. ആ പടകിന് നേരെ അലയടിച്ചു കയറുന്ന ഓളങ്ങളും തിരമാലകളുമാകുന്ന ജഡമോഹം, കഡ്മോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയടങ്ങിയ ഓളങ്ങളും തിരമാലകളും പടകിന് നേരെ അലയടിച്ചു കയറുമ്പോൾ അതിസുഖിച്ച് പുളച്ച് മതോത്മകനായി ഉറങ്ങുന്ന സിയോൺ സഞ്ചാരിയോട്, ക്രിസ്തു ഭക്തനോട്, ക്രിസ്തുവിന് വേണ്ടി ജീവനെയും ജീവിതത്തെയും സമർപ്പിച്ചിട്ടുള്ള ദൈവമക്കളോട് അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ്. എഫെസോസ് സഭയിലൂടെ പ്രത്യേക കാലാന്ത്യത്തിൽ നിൽക്കുന്ന ദൈവസഭയിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് നമ്മോട് പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. സ്തോത്രം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. ചോദ്യം ഇതാണ്, ആരാണ് മരിച്ചവൻ, ആരാണ് ഉറങ്ങുന്നവൻ? ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇന്ന് തിരുവചനത്തിൽ നിന്ന് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആരാണ് മരിച്ചവൻ? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും, എഫേസ്യർക്കെഴുതിയ ലേഖനം 2:1, 2 പത്രോസ് 2:21, റോമർ 1:23, 1 കൊരിന്ത്യർ 2:14 ഈ വാക്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും ആരാണ് മരിച്ചവൻ എന്നതിനെ കുറിച്ച്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, പാപസംബന്ധമായി മരിച്ചവനായ ഒരുവൻ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവന്റെ പാപങ്ങൾക്ക് പരിഹാരകനായി സ്വർഗം ഒരു രക്ഷകനെ ഒരുക്കി. അവന്റെ പേർ ആണ് യേശു. ഒരിക്കൽ കൂടി പറയാം, മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരകനായി തീരുവാൻ സ്വർഗം ഒരുക്കിയ രക്ഷകനാം യേശുവിനെ അംഗീകരിക്കാതെ, വിശ്വസിക്കാതെ, ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാതെ, ദൈവ മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായി കൊടുത്തിട്ടുള്ള വാമൊഴിയായും വരമൊഴിയായും നൽകിയിട്ടുള്ള ദൈവത്തിന്റെ 10 കൽപ്പനയെ, വിശുദ്ധ കൽപ്പനയെ അനുസരിക്കാതെ
ആമേൻ, പ്രപഞ്ച മോഹങ്ങൾക്കൊത്തവണ്ണം ഭക്തി വിരുദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിച്ച അക്ഷയനായ ദൈവത്തിൻ്റെ മഹാ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയോട് രൂപസാദൃശ്യമാക്കി മാറ്റി ജഡത്തിൽ പ്രവർത്തിച്ച, ജഡത്തിൽ ആശ്രയിച്ച, മരണത്തിന് യോഗ്യമായ പാപപ്രവർത്തികളിൽ വ്യാപൃതനായി നിൽക്കുന്ന പ്രാകൃത മനുഷ്യനെയാണ് ഈ തിരുവചനം മരിച്ചവൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി അടിവരയിട്ട് ഒന്നും കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, പാപസംബന്ധമായി മരിച്ചവനായ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന രക്ഷകനെ അംഗീകരിക്കാതെ, വിശ്വസിക്കാതെ, നീതിയുടെ വിശുദ്ധ കൽപ്പനയെ നൽകിയിട്ട് അത് അനുസരിക്കാതെ പ്രപഞ്ച മോഹങ്ങൾക്ക് ഒത്തവണ്ണം ജീവിച്ച ഭക്തിവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളോട് ചേർന്ന അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയോട് രൂപസാദൃശ്യമാക്കി മാറ്റി മരണയോഗ്യമായ പാപപ്രവർത്തികളിൽ മുഴുകി നിൽക്കുന്ന പ്രാകൃത മനുഷ്യനെ ഈ തിരുവചനം മരിച്ചവനെന്ന് വിശേഷിപ്പിക്കുന്നു. അവരോട് ചേർന്ന് നിൽക്കുന്ന, അവരോട് ചേർന്ന് നടക്കുന്നവനെയാണ് ഉറങ്ങുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം മരിച്ചവൻ ആരെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തത് വീണ്ടും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ആരാണ് ഉറങ്ങുന്നവൻ? ഉറങ്ങുന്നവൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവിനെ എതിരേൽപ്പാൻ, മണവാളനെ എതിരേൽപ്പാൻ ഇറങ്ങി പുറപ്പെട്ട 10 കന്യകമാരെ കുറിച്ചും 5 കന്യകമാർ കർത്താവിനെ എതിരേൽക്കുന്ന ആ നാഴികയിൽ ഉറങ്ങിപ്പോയതിനെ കുറിച്ചും 5 പേർ മണവാളനോട് ഒപ്പം അത്താഴത്തിൽ പന്തിയിൽ ഇരുന്നതിനെ കുറിച്ചുമാണ് നമുക്ക് ഉപമയെ കാണുവാൻ സാധിക്കുന്നത്. ആ ഉപമയെ അടർത്തിയെടുത്തുകൊണ്ട് അവിടെ കൊടുത്തിട്ടുള്ള മർമ്മങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് നിങ്ങളോട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ഉറങ്ങുന്നവൻ എന്നതിനെ കുറിച്ച് അവിടെ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ സ്വന്തം രക്ഷിതാവായി സ്നാനത്തിലൂടെ സ്വീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ സ്വന്തം രക്ഷിതാവായി സ്നാനത്തിലൂടെ സ്വീകരിച്ച, ദൈവത്തിന്റെ 10 കൽപ്പനയെ മുറുകെ പിടിച്ച, യേശുവിലുള്ള വിശ്വാസത്തോടെ, വിശുദ്ധിയോടും വേർപാടോടും കൂടെ കർത്താവിനെ എതിരേൽപ്പാൻ ഇറങ്ങി പുറപ്പെട്ടവൻ, നിത്യതയെ ദർശനം കണ്ടുകൊണ്ട്, നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, നിത്യതയെ ലാക്കാക്കിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവൻ, ഒടുവിൽ ദൗത്യം മറന്ന്, ലക്ഷ്യം മറന്ന്, പരമന്റെ വിളി മറന്ന്, നശ്വരമാകുന്ന ഈ ലോക ജീവിതത്തിലെ ലൗകിക ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകം തരുന്ന സ്ഥാനം, മാനം, അധികാരം, പദവി, പണം എന്നിവയുടെ പുറകെ ഓടിയും ജഡത്തിൽ ആശ്രയിച്ച ജഡസ്വഭാവമായ പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം, അസൂയ, പിണക്കം, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ പ്രവർത്തിച്ചുകൊണ്ടും മനുഷ്യപുത്രന്റെ വരവ് താമസം എന്ന് വിചാരിച്ച കാലത്തെയും കാലഘട്ടത്തെയും വിവേചിക്കാതെ ലോകത്തിന്റെ കോമളത്വത്തിൽ മയങ്ങിപ്പോയ ഒരുവനെ അപ്പോസ്തലനായ പൗലോസ് ഈ തിരുവചന വെളിച്ചത്തിൽ പറയുന്നു, ഉറങ്ങുന്നവൻ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ വിളി ലഭിച്ച നമുക്ക്, കർത്താവിൻ്റെ വരവിന് ഒത്തവണ്ണം ജീവിക്കേണ്ടിയിരുന്ന നാമം ദൈവകൽപ്പനയെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ച നാമം നിത്യതയാകുന്ന ദർശനം വിട്ട് ഈ ലോകമാകുന്ന നശിച്ചു പോകുന്ന ഈ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ചപ്പിനും ചവറിനും പുറകെയാണ് ഓടുന്നതെങ്കിൽ തിരുവചനം വിളിച്ചു പറയുക, നീ ഉറങ്ങുന്നവനാ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് ഈ ലോകത്തെ വിശേഷിപ്പിച്ചത്, ഞാൻ ഈ ലോകത്തെ ചപ്പെന്നും ചവറെന്നും എണ്ണിയിരിക്കുന്നു. അങ്ങനെ ഈ ലോകത്തെ ചപ്പെന്നും ചവറെന്നും എണ്ണിയ ഒരു മനുഷ്യൻ, ലോകം കൊടുക്കാമായിരുന്ന സ്ഥാനത്തെയും മാനത്തെയും അധികാരത്തെയും പദവിയെയും വലിച്ചെറിഞ്ഞ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. എഴുന്നേൽക്കുന്നവൻ എപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ വാദവും പിറുവിറുപ്പും കൂടാതെ ചെയ്യുവിൻ, വിട്ടൊഴിഞ്ഞ് ചെയ്യുവിൻ.
തുടർന്ന് പറയുന്നു, ഈ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായി തീരുവിൻ. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ഈ വക്രത നിറഞ്ഞ കോട്ടം നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ അനന്യരായി പരമാർത്ഥികളായി ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന് ഈ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഈ നാളുകളിലാണ് ദൈവത്തിൻ്റെ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, തിരുവചനത്തിന് ഒത്തവണ്ണമുള്ള ഒരു ജീവിതം നയിച്ച, കൽപ്പനയ്ക്ക് അനുസരണമായുള്ള ഒരു ജീവിതം നയിച്ച, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നിന്റെ ഓട്ടം തികയ്ക്കാം. ഒടുവിൽ നിനക്കും പറയുവാൻ സാധിക്കും ഇപ്രകാരം: ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചെൻ്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ വരവിങ്കൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്ന് പറയുവാൻ തക്ക വിധത്തിൽ യോഗ്യനാവണമെന്ന് വരികിൽ ഉറങ്ങുന്നവനെ ഉണരുക. കല്ലറയുടെ മുകളിൽ കുത്തിക്കുറിക്കുന്നതല്ല, ഈ വാക്യം കുത്തിക്കുറിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, മറിച്ച് ജീവിതത്തിൽ കുത്തിക്കുറിക്കുന്നവനാണ്, ജീവിച്ചിരിക്കുമ്പോൾ കുത്തിക്കുറിക്കുന്നവനാണ്, ജീവിച്ചിരിക്കുമ്പോൾ പ്രായോഗിക തലത്തിൽ പ്രവർത്തിക്കുന്നവനെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം, കർത്താവിന് ആവശ്യം. ആയതുകൊണ്ട് തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ കർത്താവിന് വേണ്ടി പ്രകാശിക്കാം. ആയതുകൊണ്ട് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്, ഉറങ്ങുന്നവനെ ഉണർന്നാം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കാം. അപ്പോൾ ഒന്ന്, എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം, പ്രകാശിക്കാം. രണ്ട്, തിരുവചനം വിളിച്ചു പറയുന്നു എവിടെ നിന്ന് എഴുന്നേക്കണം, എഴുന്നേറ്റ് എങ്ങനെ നാം പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച്. യോനയ്ക്ക് എഴുതിയ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം. പ്രവചന പുസ്തകത്തിലെ ചെറുപുസ്തകമായ യോനയുടെ പുസ്തകം ഏകദേശം 4 അധ്യായങ്ങളുള്ള ഏകദേശം 48 വാക്യങ്ങൾ നിറഞ്ഞ ഒരു പ്രവചന ഭാഗം. ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു കപ്പലിൻ്റെ പ്രമാണി യോനയുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നൊരു ഭാഗമാണ്: നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം. അമിത്തയുടെ മകനായി യോനയ്ക്ക് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് ലഭിച്ചു. അരുളപ്പാട് മറ്റൊന്നുമല്ല, മഹാനഗരമായ നിനവയ്ക്ക് വിരോധമായി പോയി പ്രസംഗിക്കാം. എന്നാൽ ചെയ്തതോ, തർശീശിലേക്ക് പോകുവാനായി യാഹോവയിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് കപ്പൽ കയറി യാത്ര പുറപ്പെട്ടു. എന്നാൽ സംഭവിച്ചതോ, യഹോവ കൽപ്പിച്ചിട്ട് ഒരു പെരുങ്കാറ്റ് പടകിന് നേരെ അടിച്ചുയർന്നു. അലകൾ പടകിന് നേരെ അടിച്ചുയർന്നു. പടകിനെ പടകിനെ തകരുമാറ്, പടകിനെ ഇളക്കുമാറ് അതിശക്തമായിട്ട് കൊടുങ്കാറ്റിന് ആ പടക് ആടി ഉലഞ്ഞു. എന്നാൽ പടകിന് മുകളിലുള്ള സഞ്ചാരികൾ ഓരോരുത്തരും താൻ്റെ ദൈവങ്ങളോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏകദൈവത്തെ ആരാധിക്കുന്നവൻ, സത്യദൈവത്തെ ആരാധിക്കുന്നവൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. എന്നാൽ കപ്പലിൻ്റെ പ്രമാണി കടന്നു വന്നുകൊണ്ട്: ഹേ യോനായേ, നീ ഉറങ്ങുന്നത് എന്താ? എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് അപേക്ഷിക്കുക എന്നുള്ള തിരുവചന ഭാഗം കപ്പലിൻ്റെ പ്രമാണി വന്ന് ഉണർത്തി പറയുന്നു. ഇവിടെ ഉറങ്ങിപ്പോയ യോന മറന്നുപോയ കാര്യം 3 1, അവൻ ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം. 2, അവനെ വിളിച്ചവനാരാണ് എന്നുള്ള യാഥാർത്ഥ്യം. 3, അവനിലെ പദവി എന്താണ് എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് യോന ഉറങ്ങുന്നത്. നമുക്കറിയാം, യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത് ആര് നിമിത്തം സംഭവിച്ചു എന്നറിയേണ്ടതിന് കപ്പലിൻ്റെ പ്രമാണിയും കപ്പലിലെ യാത്രികരും ഒരു ചീട്ടിടുന്നു. ആ ചീട്ട് വന്ന് വീഴുന്നത് യോനയുടെ പേരിലാണ്. അങ്ങനെ യോനയെ വിളിക്കുന്നു, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് മുകൾ തട്ടി നിന്നുകൊണ്ട് താൻ ആരാണ് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നത്. അവിടെ ഇപ്രകാരം യോന പറയുന്നു: ഞാൻ ഒരു എബ്രായനാണ്. ഞാൻ ആരാണ്? ഞാനൊരു എബ്രായനാണ്. 2, എന്നെ വിളിച്ചവനാരാണ്? കടലും കരയും ചമച്ചവനായ ഒരു ദൈവത്തെ ഭജിച്ചാണ് വരുന്നത്. 3, എന്നിലെ ദൗത്യം എന്താണ്? മഹാനഗരമായി നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കുക എന്നുള്ള സുവിശേഷത്തിൻ്റെ ദൗത്യം മറന്നുകൊണ്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ വിസ്മരിച്ച് ഉറങ്ങിപ്പോയ യോന, ആ യോനയെ തട്ടി ഉണർത്തുന്ന കപ്പലിൻ്റെ പ്രമാണി. നോക്കിയാട്ടെ, ആരാണ് എബ്രായൻ?
തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എബ്രായൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വിശുദ്ധ തിരുവചനം വെളിപ്പെടുത്തുന്നു. അവിടെ ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുന്നത്: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമായി തീരേണ്ടതിന് ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ സ്വന്തം ജനമായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ടാമത് പറയുന്നു, പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിത്വവും അതോടൊപ്പം തന്നെ വിശുദ്ധ ജനവും ആകുന്നു. അങ്ങനെയാണെങ്കിൽ എബ്രായൻ ആരാണ്? ദൈവത്താൽ വിളിച്ച് വേർതിരിച്ച് തെരഞ്ഞെടുത്ത് രാജകീയ പുരോഹിത പദവി നൽകി ഭൂതലത്തിലുള്ള സകല ജാതികൾക്കും സാക്ഷ്യമായി നിർത്തേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് എബ്രായൻ. പക്ഷേ അവൻ എണ്ണത്തിൽ കുറവാണെങ്കിലും, തിരുവചനം പറയുന്ന അവൻ എണ്ണത്തിൽ കുറവുള്ളവനാണെങ്കിലും ബലവാനാം ദൈവം ആയിരങ്ങൾക്കും 10,000-ങ്ങൾക്കും ലക്ഷങ്ങൾക്കും തുല്യനായ സർവശക്തനായ ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതാണ് എബ്രായന്റെ ശക്തി എന്ന് പറയുന്നത്. എബ്രായന്റെ ശക്തി ആയുധങ്ങളിലല്ല, എബ്രായന്റെ ശക്തി പണത്തിലല്ല, എബ്രായന്റെ ശക്തി അധികാരത്തിലോ പദവിയിലുമല്ല. എബ്രായന്റെ ശക്തി എന്ന് പറയുന്നത് അഖിലാണ്ടത്തെ ചമച്ചവനായ സർവശക്തനായ ഒരു ദൈവം, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനായ പ്രപഞ്ചത്തിന്റെ അധികാരിയായവൻ അവരോടൊപ്പം ഉള്ളത് തന്നെയാണ് എബ്രായന്റെ ശക്തി. അങ്ങനെയുള്ളൊരു എബ്രായൻ ഭയപ്പെട്ട് ഓടുകയാണ്. 2, അവനെ വിളിച്ചവനാരാണ്? അവിടെ പറയുന്നു, കടലും കരയും ചമച്ചവനായ ദൈവത്തെ ഭജിച്ചു വരുന്നു. അങ്ങനെയാണെങ്കിൽ യോനായെ, കടലിനെയും കരയും സൃഷ്ടിച്ച ദൈവത്തെ നീ കണ്ണുവെട്ടിച്ച് എങ്ങനെയാ ഇങ്ങനെ ഓടിയത്? ഇന്നും അനേകരും ഇപ്രകാരം കണ്ണുവെട്ടിച്ച് ദൈവത്തെ കബളിപ്പിച്ച് ഓടാൻ നോക്കുന്നവരുണ്ട്. ഇന്ന് തിരുവചനത്തിന് വെളിച്ചത്തിൽ പറയാം, ആമേൻ, ആകാശത്തിന് കീഴിൽ മറങ്ങിയിരിക്കുന്നത് ഒന്നുമില്ല എൻ്റെ ദൈവത്തിന്. ആമേൻ, സകലതും സർവ്വതും കാണുന്നവനാണ് എൻ്റെ ദൈവം. ആ ദൈവത്തിന് മുന്നിൽ മറിഞ്ഞിരിപ്പാൻ ആർക്കും സാധ്യമല്ല എന്ന് തിരുവചനത്തിൽ വിളിച്ചു പറയുന്നു. പാപം ചെയ്ത് ഓടി ഒളിച്ച ആദാമിനോ ഹവ്വയ്ക്ക് പോലും ദൈവശബ്ദത്തിന് മുൻപാകെ, ദൈവത്തിന്റെ കാലൊച്ചയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാട്ടെ. നിന്നെ വിളിച്ചവൻ ആരാണ്? ആ ദൈവം എങ്ങനെയുള്ളവനാണ്? വിശുദ്ധ തിരുവെഴുത്തെടുത്ത് പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പദവിയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിച്ച് നൽകുവാൻ സാധിക്കുന്നു. എങ്കിലും എൻ്റെ ദൈവമാരാ, എന്നെ വിളിച്ചവൻ ആരാ? യോനെ വിളിച്ചവൻ ആരാ? അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അഖിലാണ്ടത്തെ ചമച്ചവനും അണ്ഡഘടാകത്തെ മെനഞ്ഞവനും ആഴിയും പൂഴിയും വേർതിരിച്ചവനും ആഴിയിലെ പൂഴിയെ കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി അവൻ ആദാം എന്ന പേർ വിളിച്ചവനായ സൃഷ്ടിതാവാം ദൈവം, തൻ്റെ ഉള്ളം കയ്യിൽ വെള്ളത്തെ അളക്കുന്നവൻ, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴി കൊള്ളിക്കുന്നവൻ, വെള്ളിക്കോൽ കൊണ്ട് പർവ്വതങ്ങളെ അളക്കുന്നവൻ, കുന്നുകളെ തുലാസി തൂക്കി നോക്കുന്നവൻ, തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചവൻ, തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചവൻ, തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചവൻ, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിർമ്മിച്ചവൻ, സമുദ്രത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുന്നവൻ, അലകൾ കതിരിട്ടവൻ, അലറുവാൻ തക്കവണ്ണം ഇളക്കുന്നവൻ, സർവശക്തനാം ദൈവം. സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക് വിരിച്ചാൽ അവിടെയുമുണ്ട്, ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താലോ അവിടെയും നിന്നെ നടത്തുന്നവൻ അവനാണ് എന്നെ വിളിച്ചത്, അവനാണ് ഈ യോനയെ വിളിച്ചത്. സ്തോത്രം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, സർവശക്തനായ ഒരു ദൈവം എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് വിളിച്ചു പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയുമോ? തന്നെക്കാൾ ശക്തനായ ഗോലിയാത്തിനെ നേരിടുവാൻ ദാവീദ് കടന്നു പോയത് ഇസ്രായേൽ സൈന്യത്തെ കണ്ടിട്ടല്ല, പിന്നെയോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ ശക്തിയെ കണ്ടിട്ടാം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിന്റെ വലത്ത് നിൽക്കുന്നവന്റെ ശക്തി കണ്ടിട്ടോ, നിന്റെ ഇടത്ത് നിൽക്കുന്നവന്റെ ശക്തി കണ്ടിട്ടോ, നിന്റെ മുന്നിൽ നിൽക്കുന്ന ആളിന്റെ ബലം കണ്ടിട്ടോ, പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ പദവി കണ്ടിട്ടോ അല്ല നീ കടന്നു പോകേണ്ടത്. മറിച്ച് സർവശക്തനായ ഒരു ദൈവം എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ അവൻ ഉള്ളംകരങ്ങളിലാകിയാൽ
ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എന്നെ തകർക്കുവാൻ, എന്നെ ഇടിച്ചു കളയുവാൻ, എന്നെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ഒരു അധികാര ശക്തിക്കും സാധ്യമല്ല എന്ന് ഈ തിരുവചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉറപ്പ് തരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്രകാരം കടലും കരയും ചമച്ചവനായ ദൈവത്തെ ഭജിച്ചുകൊണ്ട് യോന ഓടുകയാണ്. മറന്നുപോയി തന്നെ വിളിച്ചവൻ ആരാണെന്നും താൻ തന്നെ സൃഷ്ടിച്ച കടലിന്റെ മുകളിൽ കൂടിയാണ് യോന കടന്നു പോകുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മുകളിൽ കൂടി കടന്നു പോകുന്നവനായ യോനയെ പിടിച്ചു കെട്ടുവാൻ ദൈവത്തിന് സാധ്യമല്ലാതാകുമോ? ഒരിക്കലുമല്ല. ദൈവം പിടിച്ചു കെട്ടി. സ്തോത്രം. എന്താണ് യോനയുടെ ദൗത്യം? യോനയുടെ ദൗത്യം വളരെ വ്യക്തമായിട്ട് അവിടെ കാണുകയാണ്. മഹാനഗരമായി നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കണം. എന്താണ് പ്രസംഗ വിഷയം? 1,00,000 ചെല്ലുവാനും ഉള്ള ആളുകളുണ്ട്. ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയുന്നില്ല. പക്ഷേങ്കിൽ ദുഷ്ടത വലിയതാം, പാപം അതിബലമായിരിക്കുന്നു. പട്ടണത്തിന് നേരെ ദൈവത്തിന് ന്യായവിധി കടന്നു വരുവാൻ പോകുന്നു. 40 രാവ് 40 പകല് പട്ടണത്ത് ചുറ്റോട് ചുറ്റി നടന്നുകൊണ്ട് ദൂതറിയിക്കണം. എന്താണ് ദൂത്? പട്ടണത്തിന് നേരെ ഒരു ന്യായവിധി വരുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവിൻ എന്നുള്ള ദൂത്. ആ ദൗത്യം മറന്നുകൊണ്ട് ആ സമയത്തും പ്രസംഗിപ്പാനായി ഒരുങ്ങി നിൽക്കേണ്ടുന്ന പ്രവാചകനായി യോന ആ ദൗത്യം മറന്നുകൊണ്ട് മഹാനഗരമായ നിനവയിൽ നിന്ന് ഒളിച്ചോടുവാനായി തർശീശിലേക്ക് പോകുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, യോന ആരായിരുന്നു? ഒരു എബ്രായനായിരുന്നു. യോനെ വിളിച്ചവൻ ആരായിരുന്നു? സർവവും സൃഷ്ടിച്ചവനായ ഒരു ദൈവമായിരുന്നു. യോനയുടെ ദൗത്യം എന്തായിരുന്നു? സുവിശേഷത്തിൻ്റെ കാവൽക്കാരനായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നുള്ള ആത്മീയ യോനമാരോടും എനിക്കൊരു ചോദ്യമുണ്ട്. നാം ആരാ? 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുക നാം ആരാണ് എന്നുള്ളതിനെ കുറിച്ച്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആമേൻ. നിങ്ങൾ ചില്ലറക്കാരനല്ല എന്നുള്ള യാഥാർത്ഥ്യമാ പത്രോസ് വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നാം ആരാണ്? അന്ധകാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ട, കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എബ്രായൻ ആരാ? ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് ദൈവ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തത് ഭൂതലത്തിലുള്ള സകല ജാതികൾക്കും ജീവിക്കുന്നവനായ സൃഷ്ടിതാവായ ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ ഇതെത്ര ശ്രേഷ്ഠമുള്ള ജാതി എന്ന് പറയുവത്തക്ക വിധത്തിൽ സാക്ഷ്യം നിറഞ്ഞ ഒരു ജീവിതം കാണിക്കേണ്ടതിന് ദൈവം എബ്രായനെ തെരഞ്ഞെടുത്തു എങ്കിൽ ഇന്നത്തെ ആത്മീയ എബ്രായ, ആത്മീയ ഇസ്രായേൽ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ജാതിയായിട്ട്, രാജകീയ പുരോഹിത വർഗമായിട്ട്, വിശുദ്ധ വംശമായിട്ട്, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന നിലയ്ക്ക് ആ പദവി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാനാ. അപ്പോൾ ഒന്ന് നാം ആരാണ്? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനമാം. എന്നെ വിളിച്ചവനാരാ? കടലും കരയും ചമച്ചവനായ ഒരു ദൈവമാണ് യോനെ വിളിച്ചതെങ്കിൽ എന്നെ വിളിച്ചവൻ ആരാണ്? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി മണ്ണിലേക്ക് ഇറങ്ങി വന്ന മൃത്യുവിന് അടിമയായ മനുഷ്യനെ മൃത്യുവിനാൽ സ്വതന്ത്രനാക്കി മൃത്യുവിന് മേൽ ജയം പ്രാപിച്ചുകൊണ്ട് ഈ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പറന്നു കയറി രാജാതി രാജാവായി കർത്താതി കർത്താവായി താൻ വേഗം വരുമെന്ന് പ്രഖ്യാപിച്ചവൻ, ഇതാ ഞാൻ വേഗം വരുന്നു, 1000 10,000 ദൂത അകമ്പടിയോടെ തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ താൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ചേർത്ത് കൊള്ളുമെന്ന് ഉറപ്പ് തന്നവൻ തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. വെളിപ്പാടുകാരൻ യോഹന്നാൻ പറയുന്നു 4:11 സർവ്വ സൃഷ്ടികളുടെയും ഉടയവനാണവൻ. എബ്രായർക്ക് ലേഖനം 9:27 എൻ്റെ വീണ്ടെടുപ്പുകാരനാണവൻ. യോഹന്നാൻ 1:24 പറയുന്നു എൻ്റെ രക്ഷിതാവാണവൻ. സർവ സൃഷ്ടിയുടെ ഉടയവനായ എൻ്റെ വീണ്ടെടുപ്പുകാരനായ എൻ്റെ രക്ഷിതാവാണ് എന്നെയും വിളിച്ചിരിക്കുന്നത്. മറന്നു പോകരുതേ. എന്താണ് എൻ്റെ ദൗത്യം?
യോനയ്ക്കൊരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യം മഹാനഗരമായ നിനവയ്ക്ക് വിരോധമായി ന്യായവിധിയുടെ ദൂത് ഘോഷിക്കുക എന്നുള്ളതാണ് യോനയുടെ ദൗത്യമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ദൗത്യം എന്താണ്? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം കർത്താവായ യേശു ക്രിസ്തു തന്റെ വാത്സല്യ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇപ്രകാരമാണ് പറഞ്ഞത്: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ എന്താണ് എനിക്ക് പങ്കുവെപ്പാനുള്ള സുവിശേഷം? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലോകത്തോട് പ്രസംഗിക്കുവാൻ ഒരു സുവിശേഷമുണ്ട്. എനിക്ക് ലോകത്തോട് പ്രസംഗിക്കുവാൻ രാജ്യത്തിൻ്റെ ഒരു സുവിശേഷമുണ്ട്. ഏതാണ് ആ സുവിശേഷം? വെളിപ്പാട് പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്: വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്താണ് ആ നിത്യ സുവിശേഷം? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളെയും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് ആ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഭൂമിയുടെ അറ്റത്തോളം പോയി അറിയിപ്പാൻ എനിക്കൊരു സുവിശേഷമുണ്ട്. അത് രാജ്യത്തിന്റെ സുവിശേഷമാ, അത് നിത്യ സുവിശേഷമാ. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ സുവിശേഷം ജാതി കുല ഗോത്ര ഭാഷ വംശവർഗ വർണ്ണ നിറവ്യത്യാസമില്ലാതെ ഭൂതലത്തിലുള്ള സകല മനുഷ്യനോടുമായി പങ്കുവെക്കേണ്ടുന്ന സുവിശേഷം. ഈ സുവിശേഷം നിർമ്മല സുവിശേഷമാണ്, നിത്യ സുവിശേഷമാണ്. അതിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവാണ്. ന്യായവിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൂതാണ്. യോന പങ്കുവെച്ച സുവിശേഷം ന്യായവിധിയുടെ ദൂതാണെങ്കിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ളൊരു ദൂതാണ് യോന നിനവയിൽ പ്രസംഗിക്കേണ്ടിയിരുന്നതെങ്കിൽ ഞാനും നമ്മളും പ്രസംഗിക്കേണ്ടുന്ന ഒരു സുവിശേഷമുണ്ട്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഇതാ മേഘത്തിൽ വേഗത്തിൽ വരുന്നു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. ആകിയാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സ്വന്തം രക്ഷിതാവായി ഏറ്റെടുത്തുകൊണ്ട് ദൈവകൽപ്പനയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി വിശുദ്ധിയോടെ വേർപാടോടുകൂടി ഒരുങ്ങുക എന്നുള്ള വലിയൊരു ദൂത് നാം ഈ ലോകത്തോട് ഘോഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്നുള്ള യാഥാർത്ഥ്യം മുഖം നോക്കാതെ, ജാതി നോക്കാതെ, ഭാഷ നോക്കാതെ, നിറം നോക്കാതെ ഘോഷിപ്പാൻ തക്കവണ്ണം ആമേൻ ധൈര്യമുള്ളവരായി തീരുവാൻ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുക. കാരണം എൻ്റെ വലതുഭാഗത്ത് സർവശക്തനായ ഒരു ദൈവമുണ്ട്. എന്നെ വിളിച്ചവൻ മരണത്തെ മരണം കൊണ്ട് തന്നെ ജയിച്ചവനാണ്. എന്നെ വിളിച്ചവൻ ആകാശ മേഘങ്ങളിലേക്ക് കയറിപ്പോയവനാണ്. എന്നെ വിളിച്ചവൻ ആകാശ മേഘങ്ങളെ കീറിമുറിച്ച് എന്നെ ചേർക്കുവാൻ മടങ്ങി വരുമെന്ന് വാക്ക് തന്നവനാണ്. ആയതുകൊണ്ട് ആ ഒരു വലിയൊരു ദൗത്യം, ആ വലിയൊരു ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അപ്പോൾ ഒന്ന്, ഞാൻ ആരാണ്? അന്ധകാരത്തിൽ നിന്നും വിളിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗത്തിൻ്റെ പദവിയുടെ ആ ഒരു നിലവാരത്തിൽ നിൽക്കേണ്ടുന്നവനാണ് ഞാൻ. 2, ഞാൻ എന്നെ വിളിച്ചതാരാണ്? സർവശക്തനായ സർവസൃഷ്ടികളുടെയും ഉടയവനായ എൻ്റെ രക്ഷകനായ എൻ്റെ വീണ്ടെടുപ്പുകാരനായ ലോകരക്ഷിതാവാം. 3, എനിക്കൊരു ദൗത്യമുണ്ട് ഈ ഭൂലോകത്തോട് സുവിശേഷം അറിയിപ്പാൻ. എന്നാൽ യോനെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അടിത്തട്ടിൽ ഉറങ്ങുന്ന യോനെ തട്ടി ഉണർത്തി താൻ ആരാണെന്നും തന്നെ വിളിച്ചവൻ ആരാണെന്നും തന്നിലെ ദൗത്യം എന്താണെന്നും പറയുന്ന ഒരു രംഗമാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ താഴോട്ട് നാം പോകുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സമുദ്രത്തിന് അടിത്തട്ടിലേക്ക് പോകുകയും മത്സ്യം വിഴുങ്ങുകയും അങ്ങനെ നിനവയിലേക്ക് കടന്നു ചെന്ന് ന്യായവിധിയുടെ ദൂത് ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം യോനയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് യോന സഞ്ചരിക്കുന്ന പടകിനെ ഈ ലോകമാകുന്ന പടകുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. അതായത് ലോകമാകുന്ന പടകിനോട് ഒത്തൊരു പടകാണ് യോന സഞ്ചരിച്ച പടകം. ആ പടകിന് നേരെ
യോന സഞ്ചരിച്ച പടകിന് നേരെ ദൈവം കൽപ്പിച്ചിട്ട് പെരുങ്കാറ്റ് വന്നു. ആ പെരുങ്കാറ്റ് അതിശക്തമായിരുന്നു. അതിനാൽ പടകാടി ഉലഞ്ഞു. പടക് തകരുന്ന അനുഭവത്തിലേക്കെത്തി. പടക് ഇളകുന്ന അനുഭവത്തിലേക്കെത്തി. പടക് മുങ്ങുന്ന അനുഭവത്തിലേക്കെത്തി. ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന വലിയൊരു യാത്രികർ ആ പടകിന് മുകളിൽ ഉണ്ടായിരുന്നു. തങ്ങളുടെ സമ്പത്തുകളെല്ലാം തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വലിച്ചെറിയുന്ന രംഗമാണ് കാണുന്നത്. നിസ്സഹായ അവസ്ഥ, നിരാശയോടുകൂടിയ പരിഭ്രമം അവരുടെ മുഖങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. കപ്പലിന്റെ പ്രമാണി ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നു, ഓരോരുത്തൻ താൻ തന്നെ ദൈവങ്ങളോട് വിളിച്ചപേക്ഷിക്കാൻ. എന്നാൽ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ സത്യദൈവത്തെ ആരാധിക്കുന്നവൻ, ഏകദൈവത്തെ ആരാധിക്കുന്നവൻ ഉറങ്ങുന്ന ഒരു രംഗം കൂടെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മധ്യേഷ്യയിലെ ആഡംബരത്തിൻ്റെ അവസാന വാക്കായ തർശീസിലേക്കാണ് യോന പുറപ്പെടുന്നത്. എന്തിനാ? സുഖലോലുപതയുടെ നാട്ടിലേക്ക് തൻ്റെ ജീവിതത്തെ പച്ചപിടിപ്പിക്കുവാൻ, തൻ്റെ സുരക്ഷിതത്വം, ജീവൻ്റെ സുരക്ഷിതത്വം ഉറപ്പിക്കുവാൻ, തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പിക്കുവാനാണ് സുവിശേഷത്തിൻ്റെ കലപ്പയ്ക്ക് കൈവച്ചവൻ, ദൂത് കരങ്ങളിലുള്ളവൻ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ദൈവം തമ്പുരാൻ വിടുമോ? കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നിലേക്ക് നോക്കുന്നവനെ വിടാത്തൊരു ദൈവമാ ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നോക്കിയാട്ടെ, സമുദ്രത്തിൻ്റെ അടിത്തട്ടി ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചു. ഇവിടെ പെരുങ്കാറ്റിനെയും കൽപ്പിച്ചവൻ എൻ്റെ ദൈവമാം. യോനെ വിഴുങ്ങുവാൻ മത്സ്യത്തെയും കൽപ്പിച്ചവൻ എൻ്റെ ദൈവമാം. അങ്ങനെ ഒടുവിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് കടന്നു ചെന്നു, മത്സ്യത്തിന് വയറ്റി ചെന്നു. അങ്ങനെ 2-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അയ്യം വിളിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സുഖലോലുപതയുടെ നാട്ടിൽ ജീവിതം പച്ച പിടിപ്പിക്കുവാൻ, ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് സുരക്ഷിതത്വത്തിന് വേണ്ടി, തലമുറയുടെ നല്ല ഭാവിക്ക് വേണ്ടി, നാളെക്കുറിച്ച് കരുതുവാനായി കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നിലേക്ക് നോക്കി നിൽക്കുന്നവരുണ്ട് എങ്കിൽ ഇന്ന് ഈ ശബ്ദത്തിൽ നിങ്ങൾക്കാണ് ഈ ദൂതം. അനർത്ഥം വരുന്നതിന് മുമ്പ് നീ മുട്ടുമെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേക്ക. ഇല്ലെങ്കിൽ നിനക്കുമുണ്ട് ഒരു സമുദ്രം. ആ സമുദ്രത്തിന് അടിത്തട്ടിൽ നിന്നെ വിഴുങ്ങുവാൻ വായും പിളർന്നു നിൽക്കുന്ന മത്സ്യങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വിസ്മരിച്ചു പോകരുത്. സ്വർഗം നിന്നെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തെർസോസുകാരനാണ്. സമ്പന്നതയുടെ കൊടുമുടിയിൽ ജീവിച്ച ഭക്തൻ. ഒടുവിൽ അദ്ദേഹം മരിക്കുമ്പോൾ എന്തുണ്ടായിരുന്നു എന്ന് തിമത്യോസിനോട് ചോദിച്ചാൽ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു പുതപ്പും കുറച്ച് പുസ്തകങ്ങളുമുള്ളൂ, അല്ലെങ്കിൽ ചർമ്മലിഖിതങ്ങളുമേ ഉള്ളൂ. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 60 കോടിയിലധികം സ്വത്ത് സ്വന്തമായുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ നിത്യതയോർത്ത്, താൻ അറിയ സത്യത്തെ ഓർത്ത്, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ആഡംബര പട്ടണമായ, തുറമുഖ പട്ടണമായ, വ്യാവസായിക പട്ടണമായ, സമാധാനത്തിൻ്റെ പട്ടണമായ, സുഖലോലുപതയുടെ പട്ടണമായ തെർസോസ് വിടുകയാണ്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, നഷ്ടം സഹിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി മരിക്കുവാൻ. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? സുഖലോലുപതയുടെ നാട്ടിലേക്ക്, ആഡംബരത്തിൻ്റെ പട്ടണത്തിലേക്ക് ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിനായിട്ട്, ജീവിതം സുരക്ഷിതത്വമാക്കേണ്ടതിനായിട്ട്, തൻ്റെ ജീവിതത്തെ പച്ചപിടിപ്പിക്കുവാൻ, തൻ്റെ ജീവൻ്റെ രക്ഷയ്ക്കായിട്ട്, നാളെക്കുറിച്ച് ഓർത്തുള്ള ആകുലതയിൽ തെർസോസിലേക്ക് ഓടുകയാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! ദൂതുള്ളവൻ ഓടുന്നു തെർസോസിലേക്ക്, ദൂത് ലഭിച്ചവൻ തെർസോസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നാടുകളിലേക്ക്, കടലുകൾ കടന്ന്, കരകൾ താണ്ടി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, നഷ്ടം സഹിക്കുവാൻ, അടികൊള്ളുവാൻ, ഇടികൊള്ളുവാൻ, കോലിനാൽ അടിക്കപ്പെടുവാൻ, കാരാഗ്രഹത്തിൻ്റെ കൽത്തുറങ്ങളിൽ അടക്കപ്പെടുവാൻ, ഒടുവിൽ നീറോ ചക്രവർത്തിയുടെ വാളിൻ വായ്ത്തലയിൽ അവസാനിക്കുവാൻ ഒരുവൻ തെർസോസ് വിടുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഒരു കാലത്ത് വിദേശത്തുള്ള മിഷണറിമാർ തങ്ങളുടെ സമ്പാദ്യം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു വന്നു. സുവിശേഷത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങൾ കൊടുത്തു, തങ്ങളുടെ അറിവുകൾ പങ്കുവെച്ചു,
തങ്ങളുടെ സമ്പാദ്യങ്ങൾ കൊടുത്തു, ചിലർ തങ്ങളുടെ കുടുംബങ്ങളെ തന്നെ കൊടുത്തു. ഗ്രഹാം സ്റ്റെയിനെ പോലുള്ള ദൈവദാസന്മാർ. ഇന്നുള്ള സുവിശേഷകന്മാരോ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി സുവിശേഷത്തിൻ്റെ കലപ്പയ്ക്ക് കൈവച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയതിന് ശേഷം അവിടെ കണ്ട സുഖത്തിനും അവിടെ കണ്ട ജീവിത സൗകര്യത്തിനും ആമേൻ കൊടുത്ത കലപ്പയ്ക്ക് കൊടുത്ത കൈ പിൻവലിച്ചതിന് ശേഷം അവിടെ ജീവിച്ച് അവിടെ ജീവിതം പച്ചപിടിപ്പിക്കുന്ന രംഗമല്ലേ കാണുന്നത്? മനസ്സിലാക്കിക്കൊള്ളുക, ഒരു കാലത്ത് ദൈവദാസന്മാർ, വിദേശ മിഷണറിമാർ തങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത സമ്പാദ്യം കൊണ്ട് നാട്യം പുറങ്ങളിൽ കടന്നു വന്ന് വനാന്തരങ്ങളിൽ കടന്നുപോയി ആൾതാമസമുള്ള അറിവില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തുവിനെ പങ്കുവെച്ചു. ഇന്ന് സുവിശേഷത്തെ എന്ത് ചെയ്യുന്നു? പങ്കുവെക്കുന്ന വിധം വ്യത്യസ്തമായി മാറിക്കഴിഞ്ഞു. ഇന്ന് ദൈവസ്നേഹത്തിന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കപ്പലിൻ്റെ പ്രമാണി യോനെ തട്ടി ഉണർത്തി. ലോകമാകുന്ന പടകില ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത്. ഈ ലോകമാകുന്ന പടകിൽ, യോന സഞ്ചരിച്ച പടകിന് തുല്യമായ പടകിൽ ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ ചില കപ്പലിൻ്റെ പ്രമാണിമാര് നമ്മളെ തട്ടി ഉണർത്തുന്നുണ്ട്. പെരുങ്കാറ്റ് വന്നപ്പോൾ, പടക് ആടി ഉലഞ്ഞപ്പോൾ കപ്പലിൻ്റെ പ്രമാണി തട്ടി ഉണർത്തിയെങ്കിൽ ചില പത്രങ്ങളും ചില ദൃശ്യമാധ്യമങ്ങളും ചില നവമാധ്യമങ്ങളൊക്കെ കപ്പലിൻ്റെ പ്രമാണിയുടെ രൂപത്തിൽ നമ്മളെ തട്ടി ഉണർത്തുക. ചില പെരുങ്കാറ്റുകൾ വന്ന ലോകമാകുന്ന പടകിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ, ചില കൊടുങ്കാറ്റുകൾ വന്ന് ലോകമാകുന്ന പടകിനെ ആഞ്ഞടിക്കുമ്പോൾ, ചില ഈശാന മൂലൻ വന്ന് ഈ ലോകമാകുന്ന പടകിനെ ആഞ്ഞടിക്കുമ്പോൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ വിളിച്ച് നമ്മോട് പറയുന്നത് ലോകം അധികമില്ല. ശാസ്ത്രം വിളിച്ചു പറയുന്നു ലോകം അധികമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ഉറങ്ങുന്ന ഒരു അനുഭവത്തിലാണോ? എന്നാൽ ദൈവത്തിന് വചനം എന്ന് വിളിച്ചു പറയുക, സഹോദര സഹോദരി, സുവിശേഷത്തിൻ്റെ കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പിന്തിരിഞ്ഞ് പിന്നിലേക്ക് കടന്നുപോയി കുടുംബത്തിൻ്റെ സുരക്ഷതയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പച്ചപ്പിനും വേണ്ടി സുഖ സൗകര്യങ്ങൾ തേടി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങൾക്കും കൊണ്ടൊരു സമുദ്രത്തിൻ്റെ അടിത്തട്ട്, നിങ്ങളുടെ നേരെയും വായ്പിളർന്ന് നിൽക്കുന്ന ചില മത്സ്യങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളുക. ആയതുകൊണ്ട് ഇതൊരു മടങ്ങി വരവിൻ്റെ ദൂതായി ഏറ്റെടുത്തുകൊണ്ട് മടങ്ങി വന്ന് ദൈവത്തിന് വേലയ്ക്ക് ചുമൽ കൊടുക്കുക. കാരണം വേല അധികമുണ്ട്, വേലക്കാരോ ചുരുക്കമാണ്. സത്യത്തിൻ്റെ ഉടമസ്ഥർ, സത്യത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ളവർ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിൽക്കുമ്പോൾ ആ സത്യദൂതനെ പങ്കുവെക്കേണ്ടുന്നവർ, സത്യം അറിയാത്ത നാട്ടിൽ വന്ന് പരിജ്ഞാനമില്ലാത്തവരുടെ ഇടയിൽ വന്ന് ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ലക്ഷോപലക്ഷ ജനങ്ങളുടെ ഇടയിൽ സുവിശേഷത്തെ പങ്കുവെക്കേണ്ടതിന് നിങ്ങളുടെ പണമല്ല ആവശ്യം, നിങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. ദൈവം ഈ നാളുകളിൽ നിങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. ഇത് സ്വർഗം നിങ്ങളെ വിളിക്കുന്ന ഒരു വിളിയായിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ. കാരണം കാലം ഇനി അധികമില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്കൽ വാതുക്കൽ എത്തി നിൽക്കുന്നു. ഇവിടെ ദൈവം കൽപ്പിച്ചിട്ട് പെരുങ്കാറ്റ് യോന സഞ്ചരിച്ച പടകിൽ വന്നു. ഇവിടെ കർത്താവ് കൽപ്പിച്ചിട്ട് ഈ ലോകമാകുന്ന ഈ പടകിലും ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുക. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എങ്കിലും മനസ്സിലാക്കിക്കൊള്ളൂ, ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒലിവ് മലമേൽ ഇന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വാത്സല്യ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി ഇപ്രകാരം പറയുകയുണ്ടായി, തൻ്റെ വരവിനും ഈ ലോകാവസാനത്തിനുമുള്ള അടയാളങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ യുദ്ധങ്ങൾ കാണും, നിങ്ങൾ ഭൂകമ്പങ്ങൾ, വലിയ ഭൂകമ്പങ്ങൾ കാണും, ജാതി ജാതിയോടും രാജ്യത്തോടും എതിർക്കും, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകും, ആത്മീയ കൂട്ടായ്മകൾ നിലയ്ക്കും, എൻ്റെ നാമനിമിത്തം പലരും നിങ്ങളെ പകയ്ക്കും, സഭകളിൽ അകത്ത് കയറി വന്ന് നിങ്ങളെ മർദ്ദിക്കും, അനേകർ നിങ്ങളിൽ നിന്ന് പിന്മാറിപ്പോകും, നിങ്ങൾ ഒറ്റപ്പെടും, നിങ്ങളെ കുറ്റപ്പെടുത്തും, ന്യായാധിപ സംഘങ്ങളിൽ വിചാരണ കൂടാതെ നിങ്ങളെ ന്യായം വിധിക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതെ, ചില പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ, ഈ ലോകത്തിൻ്റെ ചുറ്റുപാടുകളിലൂടെ
ഭൂകമ്പങ്ങൾ കടന്നു വരുമ്പോൾ, സുനാമികൾ കടന്നു വരുമ്പോൾ, വലിയ വലിയ പകർച്ചവ്യാധികൾ കടന്നു വരുമ്പോൾ, ജാതി ജാതിയോട് എതിർക്കുന്നത് കാണുമ്പോൾ, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നത് കാണുമ്പോൾ, ആഭ്യന്തര യുദ്ധങ്ങൾ കാണുമ്പോൾ, ആഭ്യന്തര പാലായനങ്ങൾ, രാജ്യങ്ങൾ കടന്നുള്ള പാലായനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, TV കാണുന്നവൻ, വാർത്ത കേൾക്കുന്നവൻ, ബുദ്ധി ഉള്ളവൻ ഗ്രഹിച്ചു കൊള്ളുക, നിന്നെ തട്ടി ഉണർത്തുന്ന കപ്പലിന്റെ പ്രമാണിമാരാണവർ. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കാം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്നൊരു കൂട്ടത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. പ്രാർത്ഥനയോടുകൂടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിന് വക്താവാകുവാൻ സ്വർഗം നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഈ സമയത്ത് തയ്യാറാണോ? നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ വക്താവാകുവാൻ സമർപ്പിക്കുന്നുവോ? എന്നാൽ ദൈവം നിങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു. ദൈവത്തിന് ഒരു ഉണക്കവടി കൊണ്ട് ഒരു ജനത്തെ, ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിപ്പാൻ സാധിച്ചു എങ്കിൽ, കഴിവില്ല എന്ന് പറഞ്ഞ, അറിവില്ല എന്ന് പറഞ്ഞ നീ മാറി നിൽക്കുന്നവനാണെങ്കിൽ സഹോദര, നിന്നെ സമർപ്പിച്ചു കൊടുക്കാം. വിക്കനായ മോശയോട് കൂടെ ഇരുന്ന ശക്തനായ ഒരു ദൈവമുണ്ട്, സമർത്ഥനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ നടത്തും. ഒരു ജനതയെ മിസ്രൈമിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാന്റെ നാട്ടിലേക്ക് മോശ മുഖാന്തരം, കേവലം ഒരു ഉണക്കവടി മുഖാന്തരം ദൈവം ഇറക്കി തിരിച്ചു എങ്കിലും ദൈവം ഒരുക്കുന്നൊരു കനാന്റെ നാടുണ്ട്. പാലും തേനും ഒഴുകുന്നൊരു കനാന്റെ നാട്, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്കരത്ന നിർമ്മിതമായ ഒരു നാട്. കണ്ണുനീരില്ല അവിടെ, ദുഃഖമില്ല അവിടെ, വേർപാടില്ല അവിടെ, കഷ്ടതയില്ല അവിടെ, വേദനകളില്ല അവിടെ, അവിടെ ഒറ്റപ്പെടലുകളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, ആരും നിന്നെ തള്ളിപ്പറയാനുമില്ല, ആരും എനിക്കില്ല എന്ന് പറയുവാനുമില്ല. കാരണം എല്ലാം ആയവൻ നിന്നോട് കൂടെയുണ്ട്. ആയതുകൊണ്ട് ആ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം നിങ്ങൾ തയ്യാറാണോ? എന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ക്ഷണിക്കുന്നു. ഉറങ്ങുന്നവനെ ഉണരുക, ഉറങ്ങുന്നവനെ ഉണർന്നാം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കാം. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. യോനെ പോലെ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയാം, കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുന്ന യോനായെ എഴുന്നേക്കാം, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ലക്ഷം ജനതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ദൂത് പങ്കുവെപ്പാൻ, സുവിശേഷത്തിൻ്റെ ദൂത് പങ്കുവെപ്പാൻ, വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൂത് പങ്കുവെപ്പാൻ നീ തയ്യാറാകുക. സ്വർഗം അതിനായിട്ട് നമ്മെ ഒരുക്കുമാറാകട്ടെ. ദൈവം നമ്മെ ഈ തിരുവചനത്താൽ ബലപ്പെടുത്തുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ അതിമനോഹരമായ ഒരു ദൈവവചനം ലഭിക്കുവാൻ തക്കവണ്ണം പാസ്റ്റർ ജോമോൻ ജോസഫിൽ നമുക്ക് ലഭിക്കുകയുണ്ടായല്ലോ. ഈ അന്ത്യനാളുകളിൽ നമുക്ക് ലഭിക്കുന്ന തിരുവചനങ്ങളൊക്കെയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാം മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടം എന്ന് പറയുന്നത് അന്ത്യകാലഘട്ടമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആയതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ നാം ദൈവത്തോട് ചേർന്ന്, ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ, ദൈവത്തിലുള്ള പൂർണ്ണ പ്രത്യാശയോടെ ഉണർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നാം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആയതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് നീങ്ങാം. വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദൈവം ധാരാളമായി അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയെ അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ അവസാന ഭാഗമായി നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 512 പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. അതിൻ്റെ 1ഉം 2ഉം അവസാനത്തെയും ചരണങ്ങൾ നമുക്ക് പാടാം. നാളെടുത്തിതാ മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം
വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിൻ്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി? ദേശത്തിൻ്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദമൊന്നു കാതിൽ, കാവൽക്കാര രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദമൊന്നു കാതിൽ, കാവൽക്കാര രാത്രി എന്തായി? വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധസേവ ചെയ്തിടാം. പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധസേവ ചെയ്തിടാം. കാഹളം മുഴക്കി കാലടികൾ വച്ചും ശത്രുവെ തുരത്തി മുന്നേറാം. കാഹളം മുഴക്കി കാലടികൾ വച്ചും ശത്രുവെ തുരത്തി മുന്നേറാം. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. അപ്രകാരമായിരിക്കുമ്പോൾ നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥപിതാവ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബത്തിൽ വലിയവനായ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വിലയേറിയ വചനങ്ങൾ പഠിക്കുവാനും വലിയവനായ ദൈവം നൽകിയിരിക്കുന്ന വിലയേറിയ സാവകാശത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ആഴ്ചയിലൊക്കെയും വലിയവനായ ദൈവത്തിൻ്റെ വിലയേറിയ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. പകർച്ചവ്യാധിയിൽ നിന്നും വൻ പോരാട്ടത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒക്കെയും കർത്താവ് വിടുവിച്ച് ജീവനുള്ള ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാന്തക്കൊണ്ട് തന്നിരിക്കുന്ന വിലയേറിയ സാവകാശങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മഹാമാരിയുമായി ബന്ധപ്പെട്ട് അനേകർക്ക് തൊഴിലില്ലാതെ, അനേകർ തീരാരോഗത്തിൽ വിവിധങ്ങളാകുന്ന പ്രയാസങ്ങളായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയോട് വിലയേറിയ കരം, ആശ്വാസത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം അയച്ച് അവർക്ക് വേണ്ടതെല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സകലതും സാധ്യമാക്കി തന്ന് കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ കേട്ട തിരുവചനത്തിനായ സ്തോത്രം. ആമേ കർത്താവേ, ഈ കാലാന്ത്യത്തിൽ ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുവാൻ, എഴുന്നേൽക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ, ആമേ കർത്താവേ, പ്രാർത്ഥനയോടെ മുൻപോട്ട് നീങ്ങുവാൻ സ്വർഗമേ എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിലയേറിയ വചനങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിച്ച ദാസനെ ഞങ്ങളുടെ തിരുസനിലേക്ക് വയ്ക്കുന്ന കർത്താവേ, ആമേൻ കർത്താവേ, എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൂരത്തും ചാരത്തുമായി ഈ വിലയേറിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും
വിടുതലും ആശ്വാസവും സമൃദ്ധിയും പ്രദാനം ചെയ്ത് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഭയെ പോഷിപ്പിക്കുന്ന എല്ലാ കരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇരട്ടി നന്മകളാലും കൃപകളാലും എല്ലാവരെയും നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കാലാന്ത്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ വിശ്വസ്തയോടെ ജീവിപ്പാൻ, അങ്ങയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി മുൻപോട്ട് നീങ്ങുവാൻ കർത്താവെ എല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ ആദ്യോടന്തം കൂടെ ഇരുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണം, നിൻ്റെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ പരീക്ഷയിൽ കിടക്കാതെ ദോഷത്തിൽ നിന്ന് വിടുവിക്കണം. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ തമ്പുരാൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹകരണവും വിശ്വാസവും നല്ല ദൈവമേ, ഞങ്ങളേറ്റ് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് വചനം ശുശ്രൂഷിച്ച തൻ്റെ ദാസൻ്റെ മേലും ഇത് ശ്രവിച്ച എല്ലാവരോടും കൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ ആയിക്കാടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുള്ള പ്രത്യേകാൽ ചാരത്വ അകലെയുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് AP സെക്ഷൻ്റെ പേരിലുള്ള നന്ദിയെയും ഈ സമയത്ത് അറിയിച്ചുള്ളൂ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആശിഷമേകും വിശുദ്ധ ദിനം, കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം, സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ ആരാധിക്കുന്ന ആശിഷമേകും വിശുദ്ധ ദിനം, കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം.
സന്തോഷമേകും